തയ്യാറതിത്തെ താരതിന്തകത്വം തയ്യാറതിത്തെ താരതിന്തകത്വം തയ്യാറതിത്തെ താരതിന്തകത്വം തയ്യാറതിത്തെ താരതിന്തകത്വം തൈരൈ തകതൈരൈ 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 സ്വപ്നങ്ങളൊക്കെയും സത്യങ്ങളാവുന്ന കാലം പുലർന്നുവല്ലോ സങ്കൽപ്പമൊക്കെയും യാഥാർത്ഥ്യമാവുന്ന ലോകം പുലർന്നുവല്ലോ ഉണരുണരുണരോ നവകേരളമുണരുണരോ ഉണരുണരുണരോ നവകേരളമുണരുണരോ. മലയാളിയുടെ അഭിമാനമായി മാറിയിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതിയിലും കേന്ദ്രീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിന്. ഈ ഭരണസമിതി അധികാരത്തിൽ നിന്ന് ഒഴിയുന്ന ഈ സമയത്ത് രണ്ടാം ഘട്ടം ലൈഫ് മിഷനിൽ രണ്ടാം ഘട്ടത്തിലെ 169 പേരുൾപ്പെടെ 523 ആളുകൾക്ക് വീടില്ലാത്ത സാധാരണക്കാരായ പൗരന് പലശനയിലെ പൗരന്മാർക്ക് 523 വീട് നൽകിക്കൊണ്ടാണ് ഈ ഭരണസമിതി കളമൊഴിയുന്നത്. അതോടൊപ്പം തന്നെ അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഭവനരഹിതരായിട്ടുള്ളവർക്ക് ഭൂമിയും ഭവനവും നൽകുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു എന്നുള്ളതും വലിയ അഭിമാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഞങ്ങൾ കാണുകയാണ്. ഹൃദയരോഗിയായ ഭർത്താവും ഭിന്നശേഷിയായ മകളുമാണ് എൻ്റെ കൈഭാഗത്തുള്ളത്. അതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് എല്ലാ ആനുകൂല്യവും സ്ഥലവും വീടുമായി എനിക്ക് തന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നല്ലപോലെ ജീവിച്ചു പോകുന്നു. ഞങ്ങളിരിക്കുന്ന വീട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ഞങ്ങളൊക്കെ ഇരുന്ന് ജീവിച്ചത്. 3 കുട്ടികളെയും കൊണ്ട്. ഭർത്താവും ഇല്ല, 17 വർഷമായി മരിച്ചു പോയിട്ട്. കുട്ടികളെയും വെച്ച് ഞാൻ വല്ലാത്ത സങ്കടത്തിലിരുന്നു. ഇപ്പോഴായിരുന്നു എനിക്ക് കിട്ടിയത്, ലൈഫിലേക്ക് എഴുതി കൊടുത്തിട്ട്. നമസ്കാരം. ഞങ്ങൾക്ക് ഈ വർഷം ഈ ലൈഫിൽ കിട്ടിയ വീടാണിത്. ഞങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ഒരു ഭവനം കിട്ടിയത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഗവൺമെൻറ്റിനും പല്ലശ്ശേന പഞ്ചായത്തിനും ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. പഴയ വീടായിരുന്നു, ഈ മഴയിൽ ഇതൊക്കെ തകർന്നു പോകണം. പഞ്ചായത്തിൽ നിന്ന് ലൈഫ് മിഷന് പുതിയ വീട് തന്നാണ് ഞങ്ങൾക്കൊരു സന്തോഷമായിരിക്കുകയാണ്. പഴയ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നു. 6 മാസമായി ഇരുന്നിട്ട് നല്ലൊരു സന്തോഷമായി, നമുക്കൊരു സമാധാനമൊക്കെ ആയി. നമുക്ക് നല്ല കാര്യം തന്നെ ചെയ്തിരിക്കുന്നത്. അവർ നല്ല ആൾക്കാരും നല്ലത് ചെയ്തു. നമ്മൾ അത്രയും കഷ്ടപ്പെടുന്ന നന്നായി കഷ്ടപ്പെടും. ഇരിക്കാൻ വീടില്ലാണ്ട് ആർക്കുള്ളവിടെ എങ്ങനെ വീണു. നല്ലൊരു കാര്യം നമുക്ക് പഞ്ചായത്ത് ചെയ്തത് നല്ല കാര്യമാണ്. ഞാനൊരു ഷെഡിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് 10 വർഷമായിട്ട്. ആദ്യമേ തന്നെ എൻ്റെ പേര് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. ലൈഫിൽ വീട് കിട്ടിയത് എനിക്ക് അതിയായി സന്തോഷമുണ്ട്. പഞ്ചായത്തിൻ്റെ പേരിലും സർക്കാരിൻ്റെ പേരിലും ഞാൻ നന്ദി പറയണം. ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ വീടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സ്ഥലം വീടും കൂടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാരിന് ഞങ്ങൾക്ക് നന്ദി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ഇരിക്കാനെല്ലാം. അത് ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ വീട് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് കിട്ടി ഞങ്ങൾ പൂർത്തീകരിച്ചു. സന്തോഷമുണ്ട്. സർക്കാരിനും എല്ലാ ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്.
ഞാൻ കൂലിപ്പണിക്ക് പോവുകയാണ്. വയസ്സായ ഒരു അമ്മയാണ്. ഇപ്പം അമ്മയും ഞാനും കൂടി സഹോദരൻ്റെ വീട്ടിലിരിക്കുകയാണ്. പക്ഷെ ലൈഫ് മിഷനിൽ വീട് കിട്ടിയത് എനിക്ക് വളരെ സന്തോഷം. ഞാൻ ഇനി ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. നന്ദി. ഞങ്ങൾ ആദ്യം താമസിച്ചത് തറവാട് വീട്ടിലും എല്ലാവരും കൂടിയുള്ളൊരു കൂട്ടുകുടുംബം പോലെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലൈഫ് മിഷനിൽ വീട് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് താമസം കഴിഞ്ഞിട്ട് 6 മാസമായി. വളരെ സന്തോഷം. പല്ലശ്ശന ഗ്രാമപഞ്ചായത്തിനും ഗവൺമെൻറ്റിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ ഹൃദയപൂർവ്വം നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇവിടെ ഞങ്ങൾ ഈ സ്ഥലത്ത് ചെറിയൊരു കുടിൽ വെച്ച് താമസിക്കുമായിരുന്നു. അപ്പോഴാണ് പിണറായി സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഞങ്ങൾക്ക് വീട് പാസ്സാക്കി തരികയും ചെയ്തത്. അപ്പോൾ സർക്കാരിനും നമ്മുടെ പല്ലശ്ശന ഗ്രാമപഞ്ചായത്തിനും നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ ഇത്ര ദിവസം വാടക വീട്ടിലായിരുന്നു. ഞങ്ങളുടെ സ്വപ്നമായിരുന്നു ഒരു വീട് പറയുന്നത്. ഒരു 20-22 കൊല്ലത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പിന്നെ ലൈഫ് പദ്ധതിയിൽ ഞങ്ങൾക്ക് വീട് കിട്ടി, സ്ഥലം കിട്ടി. അപ്പോൾ വളരെ നന്ദിയുണ്ട് പഞ്ചായത്തുകാർക്കും എല്ലാ അംഗങ്ങൾക്കും. ഞങ്ങളുടെ സ്വപ്നം നിറവേറ്റി കൊടുക്കുന്നത് വളരെ നന്ദി.